ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ KPSM മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസുമായിട്ടുള്ള കറണ്ട് അഫെയർസ് മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുള്ളൂ. ബാക്കി എല്ലാ കറണ്ട് അഫെയർ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ വിടുന്നതായിരിക്കും. ഓക്കെ, എങ്കിലേ നമുക്ക് ഒരു PSC എക്സാമിന് പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ട് 2 ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് @കിരൺ PSC സ്റ്റഡി സർക്കിൾ, രണ്ടാമത്തെ @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. നിങ്ങൾ ഡിഗ്രി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെ, @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു കോമൺ, അതായത് ജനറൽ PSC പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ സിലബസ് ആണ്. ഈ സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ഈ 2024-25 കാലഘട്ടങ്ങളിൽ ഒക്കെ അല്ല ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് 2025-26 ലാസ്റ്റ് വരെ ഓക്കെ നമുക്ക് എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് വേണം എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ഐഡിയ വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യം എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അക്കോർഡിംഗ് ടു സിലബസിൽ മാറ്റം വരുന്ന പോലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, ആ ടോപ്പിക്കിൽ നമുക്ക് 106 ഭരണഘടനാ ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു. പുതിയ അമെൻമെന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 130ാമത്തെ അമെൻമെന്റ്, അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി 130ാമത്തെ ഭേദഗതി ബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്റെ ചോദ്യം, ഇനി 2026 131ാമത്തെ ഭേദഗതി ബിൽ, 132ാമത്തെ ഭേദഗതി ബിൽ ഇങ്ങനെയെല്ലാം വരികയാണെങ്കിൽ ഓക്കെ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതല്ലേ? അപ്പൊ നമ്മൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതല്ലേ? അതെ. ഓക്കെ, പിന്നെ ജനുവരി 26 ഏപ്രിൽ 15 ഡീറ്റെയിൽസ് ഓക്കെ നമുക്ക് ഭരണഘടനയിൽ പഠിക്കാനുള്ളതല്ലേ. സ്വാതന്ത്ര്യദിനം എന്നാണ്, ഓക്കെ എന്നാണെന്നല്ല, എങ്ങനെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ എന്തൊക്കെ സംഭവിച്ച്, ജനുവരി 26 റിപ്പബ്ലിക് ആയപ്പോൾ ഇന്ത്യയിലെ ഭരണഘടന എന്തായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുന്നതല്ലേ. ഓക്കെ, എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും വരുന്നതല്ലേ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഇപ്പോഴുള്ള CAG ആരാണ്, ഇപ്പോഴുള്ള AG ആരാണ്, ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജ് ആരാണ്, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ ഉണ്ടാവും. ഓക്കെ, കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഘടകങ്ങളുണ്ട്. ഓക്കെ, ആ ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ നമുക്ക് സെന്ററിന്റെയും സ്റ്റേറ്റിന്റെയും ഗവൺമെന്റ് ഘടകങ്ങൾ നമ്മൾ ആരെ പഠിക്കുക, പ്രധാനമന്ത്രി, ഓക്കെ മന്ത്രിമാർ, പിന്നെ ആരാ, സ്പീക്കർ, ഇങ്ങനെയുള്ള ആളുകളെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ സ്പീക്കർ ആരാ, ഇപ്പോഴത്തെ മന്ത്രിമാരാരാ, സംസ്ഥാനത്തിലെ മന്ത്രി ആരാ, പുതുതായിട്ട് ഏതെങ്കിലും മന്ത്രിമാരുണ്ടെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി അവരുടെ എവിടെ നിന്നിട്ടാണ് അവർ എന്താ പറയുക ജയിച്ചിട്ടുണ്ടായിരുന്നത്, മണ്ഡലം ഏതാണ് എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അതിന് മുകളിൽ നമുക്ക് പൗരത്വം എന്ന് പറഞ്ഞിട്ട് കാണും. ആ പൗരത്വത്തിൽ നിന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2024 ആണ്. ഓക്കെ, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഭരണഘടനയിൽ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, യൂണിയൻ ലിസ്റ്റോ സ്റ്റേറ്റ് ലിസ്റ്റോ കൺകറന്റ് ലിസ്റ്റോ പുതുതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആഡ് ചെയ്യാൻ പറ്റും. പഞ്ചായത്തി രാജിനെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് എന്തെങ്കിലും മാറ്റം വരട്ടെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, നമ്മൾ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നില്ല. അടുത്ത് നമ്മൾ നോക്കുന്ന കാര്യമാണ് എന്ത്, മൗലിക കടമ. മൗലിക കടമയെല്ലാം വന്നു കഴിഞ്ഞു, പുതുതായിട്ടൊന്നും വന്നിട്ടില്ല, അപ്പൊ നമുക്ക് മൗലിക കടമ തൽക്കാലത്തേക്ക് കറണ്ട് അഫയേഴ്സിൽ ഇല്ല. നിർദ്ദേശക തത്വങ്ങൾ, ഓക്കെ നിർദ്ദേശക തത്വങ്ങൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണഘടനയിൽ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തില്ല, നമുക്ക് കറണ്ട് അഫയേഴ്സ് ഇല്ല. ഓക്കെ, മൗലിക അവകാശം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയർ ഇല്ല. ആമുഖത്തിൽ ഇതുവരെ മാറ്റം, പിന്നെ ഒന്നും മാറ്റം വന്നിട്ടില്ല, കറണ്ട് അഫയർ ഇല്ല. ഭരണഘടന നിർമ്മാണ സമിതി പണ്ടേ കഴിഞ്ഞു, ഇനി അതിന്റെ 100ാം വാർഷികമോ 150ാം വാർഷികമോ അപ്പോഴെന്തെങ്കിലും വരട്ടെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാവുന്നതാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതൊക്കെയാണ് ഇതെന്നുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളത്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം 106 ഭരണഘടനാ ഭേദഗതിയാണ്, പുതിയ അമെൻമെന്റ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ KPSM സ്ട്രാറ്റജി മെത്തേഡ് പ്രകാരം പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് KPSM സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഇവിടെ എന്തുണ്ട്,
എൻ്റെ പേര് കിരൺ ആണ്. അതുകൊണ്ട് തന്നെ കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്ത് ചെയ്യുന്നതായിരിക്കും, പറയുന്നതായിരിക്കും. അപ്പോൾ പറയാനുള്ള കാര്യം, അത് നമ്മളെ കറണ്ട് അഫയേഴ്സ് സ്ട്രാറ്റജി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമേ പഠിക്കുകയുള്ളൂ. അത് നമ്മളൊരു സെപ്പറേറ്റ് ബുക്കായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഈ ബുക്കിനെ നമ്മൾ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. ഓക്കെ, എക്സാമിന് ഒരു മാസം മുമ്പ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് നോക്കുന്നത് ഈ ബുക്കിൽ നിന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുക, സിലബസിന്റെ ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടി പറ്റുക. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഒരു LDC VFA അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിൽ 20 കറണ്ട് അഫെയറിൽ 18 എണ്ണം സിലബസ് റിലേറ്റഡ് ആണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു CPO WCPO ആണെങ്കിൽ 10 എണ്ണം, അതിൽ 8 എണ്ണമാണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിൽ 15 എണ്ണം, അതിൽ 13 എണ്ണമാണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, ബാക്കിയുള്ള 2 എണ്ണം, ആ 2 എണ്ണം എന്താ പറയുക, ന്യൂസ് എന്ന് വരുന്നതായിരിക്കും. ആ 2 എണ്ണം കിട്ടാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകണം. ആ 2 വേണോ 13 വേണോ, അല്ലെങ്കിൽ 2 വേണോ 18 വേണോ എന്നെന്ത് ചെയ്യുക, തീരുമാനിക്കുക. അതിനാണ് നമ്മൾ KPSM മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് എന്താ ചെയ്യുക, നമ്മുടെ പ്ലേലിസ്റ്റിൽ, ഇതേ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നോട്ട്സ് നമുക്ക് ചാനലിൽ ഉണ്ടാവും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ സാർ, എല്ലാ വീഡിയോയിലും ഇത് പറയുന്നതാണ്, ക്ലാസ് എടുക്കും. യെസ്, നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബിൽ 130. ഓക്കെ, 130ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഡൺ. അപ്പൊ ഇത് ഭേദഗതി ആയിട്ടില്ല കേട്ടോ, ഭരണഘടനയിൽ ഭേദഗതി വന്നിട്ടില്ല. നമ്മൾ 130ാമത്തെ പ്രാവശ്യം ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. ഓക്കെ അല്ലെ? ഈ ഭേദഗതി വരുത്താൻ വേണ്ടി ശ്രമിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ്. അപ്പൊ അമിത്ഷാ പോയിട്ട് 2025 ഓഗസ്റ്റ് 20 ലോകസഭയിൽ പോയിട്ട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ 3 സ്ഥലങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി പോവുകയാണ്. ഏതൊക്കെയാണ് സാർ 3 സ്ഥലം? ഒന്ന്, ഓക്കെ അല്ലെ, ഭരണഘടനയിൽ ഞാനൊരു 130ാം ഭേദഗതി ബിൽ കൊണ്ടുവരികയാണ്. ഭരണഘടനയിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, മാറ്റം വരുത്തുന്നതായിരിക്കും. ശരി, ബാക്കി 2 സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഞാൻ ഭേദഗതി ചെയ്യും 2025. 2, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന് ഞാൻ ഭേദഗതി ചെയ്യും 2025. ഓക്കെ സാർ, ഇയാൾ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ എന്തൊക്കെയോ കേന്ദ്രഭരണ പ്രദേശവും ജമ്മു കാശ്മീരും ഒക്കെ പറയുന്നു, എന്തായി സംഭവം, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ അല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ എന്തൊക്കെയാന്നുള്ളത് ഈ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതേ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ മനസ്സിലാക്കുക, 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ 2025 എന്ന് പറഞ്ഞ് അമിത്ഷാ ലോകസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് 3 സ്ഥലങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തൊട്ടുള്ള സംഭവമാണ് കേന്ദ്രഭരണ പ്രദേശം. ആ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 2025 ഈ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം മാറ്റം ഉണ്ടാവാൻ പോകുന്നു. ഓക്കെ അല്ലെ? ജമ്മു കാശ്മീരിനെ പുനഃസംഘടിപ്പിച്ചു 2019. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലെ? ആ 2019 ആർട്ടിക്കിൾ 370 നമ്മൾ എന്ത് ചെയ്തു, ഇല്ലാതാക്കി. ഇപ്പൊ 2025 ഈ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ അതിൽ എന്ത് ചെയ്യാൻ പോകുന്നു, മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, സിറ്റുവേഷൻ ഓക്കെ അല്ലേ? അതെ. എങ്കിൽ എന്താണ് ഈ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ? എന്തുകൊണ്ടാണ് അത് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ബില്ലിൽ ഭേദഗതി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത് ജമ്മു കാശ്മീർ പുനഃസംഘടനയിൽ ഭേദഗതി ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, എന്താണ് ഈ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ? സിമ്പിൾ ആണ്. ഒരു പ്രധാനമന്ത്രി ഉണ്ട്, ഒരു മുഖ്യമന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിനോ എന്തുണ്ട്, മന്ത്രിമാരുണ്ട്. ഓക്കെ, അവർക്ക് ജയിലിൽ കഴിയുമ്പോൾ സർക്കാർ നടത്താനാവില്ല എന്നാണ് ബില്ല്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കേസിന് അവരെ ശിക്ഷിക്കാവുന്നതാണ്. കറക്റ്റ് അല്ലേ? ഇപ്പൊ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. പുള്ളിനെ നമ്മുടെ മദ്യ കേസിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ജയിലിലിട്ടു. പുള്ളിയാണെങ്കിൽ ജയിലിൽ ഇരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, CM ആയിട്ട് മാറണേ ഇല്ല. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ നമ്മുടെ അമിത്ഷാക്ക് എന്ത് തോന്നി, പരിപാടി ശരിയല്ല. ഓക്കെ, അപ്പൊ ഒരു പ്രധാനമന്ത്രി ആണെങ്കിലും ഒരു മുഖ്യമന്ത്രി ആണെങ്കിലും, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ മന്ത്രിമാരാണെങ്കിലും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭരണഘടന വഹിക്കുന്ന ആരെങ്കിലും ഒരാളാണെങ്കിലും, ഓക്കെ അല്ലെ, അവർക്ക് ജയിലിൽ കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സർക്കാർ നടത്താൻ പറ്റില്ല. അപ്പൊ പ്രധാനമന്ത്രിയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ പദം രാജിവെക്കുക.
മുഖ്യമന്ത്രിയാണ് എന്ത് ചെയ്യുക, ആ പദം രാജിവെക്കുക. ഓക്കെ അല്ലെ? കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ മന്ത്രിമാരാണ് എന്ത് ചെയ്യുക, ആ സ്ഥലം ആ പദവി എന്ത് ചെയ്യുക, രാജിവെക്കുക. ഓക്കെ അല്ലെ? അപ്പൊ പദവി രാജിവെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വീണ്ടും ആ പദവി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ജയിലിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യരുത് എന്ന് പറയുന്ന ബില്ലിന്റെ പേരാണ് 130 ഭരണഘടനാ ഭേദഗതി ബിൽ 2005. അപ്പൊ ഒരു വാക്കുണ്ട്, വാക്ക് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താ പറയാ, ചുവന്ന അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ധാർമ്മികത. ഈ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറയുന്ന ഒരാളുടെ എന്താണ് വീഡിയോസ് ഒന്നുമില്ല അല്ലെ, ഓഡിയോസും കുറെ ക്ലിപ്പിംഗ്സ് ഒക്കെ വന്നിട്ട് ആകെ പ്രശ്നമായിട്ട് സമയമാണ്. അപ്പൊ എല്ലാവരും, ആ പുള്ളിക്കെതിരെ പ്രത്യേകിച്ച് കേസ് വന്നിട്ടില്ല. ഓക്കെ, അത് രജിസ്റ്റർ ചെയ്തിട്ട് കേസൊന്നും വന്നിട്ടില്ല. എങ്കിലും ആ പുള്ളിക്കെതിരെ ആരോപണം വന്നപ്പോൾ പുള്ളി എന്ത് ചെയ്യണം, റിസൈൻ ചെയ്യണം എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റിസൈൻ ചെയ്യാൻ എന്ന് പറയുന്നത്, ആ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വാക്കിന്റെ പേരാണ് ധാർമ്മികത. ധാർമ്മികത എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ധർമ്മം പുലർത്തണം. എന്താണ്, എവിടെയുള്ള ധർമ്മമാണ് പുലർത്തേണ്ടത്? പൊതുജീവിതത്തില്. അപ്പൊ നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു പവർഫുൾ ആയ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കെതിരെയുള്ള ആരോപണം കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടും എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല, അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രാജിവെക്കൂ, മാറി നിൽക്കൂ. എന്നിട്ട് എപ്പോ ഇത് ശരിയാവുന്നോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തിരിച്ചു വരാവുന്നതാണ്. എന്നതിന്റെ പേരാണ് ധാർമ്മികത. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ബില്ല് വരുമ്പോ ഈ ബില്ല് ഭരണഘടനാ ഭേദഗതി ആയിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ശിക്ഷിക്കപ്പെടുന്നില്ല കേട്ടോ, മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെടുന്നില്ല കേട്ടോ, അല്ലെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മന്ത്രിമാർ ശിക്ഷിക്കപ്പെടുന്നില്ല കേട്ടോ. അവർക്കെതിരെ ഒരു ആരോപണം വന്നു, ആരോപണം FIR ആയി, FIR ആയിട്ട് അവരെന്ത് ചെയ്തു, ജയിലിലിരിക്കുകയാണ്. എങ്കിലാണ് അവരുടെ എന്ത് ചെയ്യുക, സ്ഥാനം. ഇത്രയും കാര്യം അല്ലേ? അവര് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പൊ ധാർമ്മികത മുൻനിർത്തിയാണ് നമ്മൾ 130 ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഈ ഭേദഗതി ബില്ലിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് നമ്പർ 1, അറസ്റ്റിലാണോ ജയിലിലാണോ എങ്കിൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റില്ല, പ്രധാനമന്ത്രിയായോ മുഖ്യമന്ത്രിയായോ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിയായോ ഭരിക്കാൻ കഴിയില്ല. അതിനുള്ള റീസൺ എന്തെന്ന് പറയുന്ന അമിത്ഷാ പറയുന്നത്, ഭരണഘടനയ്ക്ക് രൂപം നൽകുന്ന സമയത്ത് അന്നത്തെ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്താണ്, ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കാൻ വിസമ്മതിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടാവുമെന്ന് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. കാരണം അന്ന് ഗാന്ധിജി, നെഹ്റുജി, എന്താ സുഭാഷ് ചന്ദ്രബോസ് ജി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആളുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, സ്വാതന്ത്ര്യ സമരം, അതിൽ നിന്നൊക്കെ നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അല്ലെ, എവിടെയോ ഒരു സ്ഥലത്ത് ട്രെയിന് മറിയുമ്പോ രാജിവെക്കുന്ന എന്താ ഒരു എന്താണ് റെയിൽവേ മിനിസ്റ്റർ ഉള്ള നാടായിരുന്നു ഇത്. എങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എങ്കിൽ ഇത് ഭരണഘടനയ്ക്ക് എന്തല്ല, ഒരു പ്രശ്നമല്ല. കാരണം ഭരണഘടന എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാറ്റാനല്ല പോകുന്നത്, കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഇവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജയിലിൽ വെച്ച് തന്നെ രാജിവെക്കാതെ എന്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയില്ല, മുഖ്യമന്ത്രിയോ മന്ത്രിമാരൊക്കെ എന്ത് ചെയ്യുന്നു, ഭരിക്കുന്നു. ഏറ്റവും ഫേമസ് എക്സാമ്പിൾ ഇതിനു വേണ്ടി അമിത്ഷാ പറഞ്ഞ ആരുടെ പേരാ, നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ. ഏത് മുഖ്യമന്ത്രി? ഡൽഹി മുഖ്യമന്ത്രി. ഇത്രയും കാര്യം അല്ലേ? അതെ. എങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ രാജിവെക്കണോ? വേണ്ട. അപ്പൊ നിങ്ങൾക്കെതിരെ അറസ്റ്റ് വന്നിട്ടുണ്ട്, നമുക്ക് പ്രോസസ് നോക്കാം കേട്ടോ. അല്ലെ, ഒരു വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ രാഷ്ട്രീയക്കാരനെതിരെ ഒരു അഴിമതി ആരോപണോ അല്ലെങ്കിൽ എന്താണ് ഒരു പീഡനാരോപണോ വന്നു. പീഡനാരോപണോ അഴിമതി ആരോപണോ വന്ന ഉടനെ രാജിവെക്കേണ്ട കാര്യമില്ല. അല്ലെ, അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പുറത്ത് FIR വെച്ചു, അതായത് കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റിലെ എന്താ പറയാ, പരാതിക്കാരിയുടെയോ അല്ലെങ്കിൽ പരാതിക്കാരന്റെയോ കാര്യങ്ങളെല്ലാം കേട്ടു, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു, നിങ്ങൾ കുറ്റാരോപിതനാണെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ 30 ദിവസം സമയമുണ്ട്. 30 ദിവസം സമയത്തിനുള്ളിൽ നിങ്ങൾ കോടതി എന്ത് ചെയ്യണം, ജാമ്യം നേടണം. ഈ കോടതിയിൽ നിങ്ങൾ ജാമ്യം നേടിയില്ലെങ്കിൽ 31-ാം ദിവസം അല്ലെ, നിങ്ങളെ പ്രധാനമന്ത്രി ഭാഗത്തുനിന്ന് മാറ്റുന്നതായിരിക്കും, മുഖ്യമന്ത്രി ഭാഗത്തുനിന്ന് മാറ്റുന്നതായിരിക്കും, മന്ത്രി ഭാഗത്തുനിന്ന് മാറ്റുന്നതായിരിക്കും. അപ്പൊ കാര്യം മനസ്സിലായോ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്. ആ പുള്ളിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. പുള്ളിക്കെതിരെ ഇപ്പോ ഒരു പരാതി വന്നിട്ടില്ല, അതായത് പരാതി റിട്ടേൺ ആയിട്ട് വന്നിട്ടില്ല.
പക്ഷെ ക്രൈം ബ്രാഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കേസ് എടുത്തിട്ടുണ്ട്. കേസ് എടുത്തിട്ട് അവര് കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം തെളിവെല്ലാം ശേഖരിച്ചിട്ട് എന്ത് ചെയ്തു? പുള്ളിനെ അറസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, അറസ്റ്റ് ചെയ്ത ഉടനെ പുള്ളിയുടെ MLA സ്ഥാനം പോവോ? ഇനി അത് കേട്ടോണ്ടിരിക്കുന്ന സാർ മന്ത്രിക്കാണ് MLA എക്സാം വേണ്ടി പറയാണ്. ഓക്കെ അല്ലെ? പുള്ളിയുടെ MLA സ്ഥാനം പോകുവോ? ഇല്ല. പുള്ളി ഇപ്പൊ ജയിലിലാണ്. MLA സ്ഥാനം പോകുവോ? ഇല്ല. റിമാൻഡിൽ ഇരിക്കുകയാണ് കേട്ടാ. ഓക്കെ അല്ലെ? എങ്കിൽ ഒരു 30 ഡേയ്സിനുള്ളിൽ പുള്ളി എന്ത് ചെയ്യണം? പുള്ളി കോടതിയിലേക്ക് മൂവ് ചെയ്യണം. എനിക്ക് ബെയിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബെയില് കിട്ടിയില്ല. ഓക്കെ. ജാമ്യം കിട്ടിയില്ല. എത്ര ദിവസമായി? 30 ദിവസമായി. 31ാമത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് എന്ത് പോകുന്നതായിരിക്കും? നിങ്ങളുടെ പ്രധാനമന്ത്രിയോ എന്താ പറയാ മുഖ്യമന്ത്രി സ്ഥാനോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എന്ത് ചെയ്യും? തെറിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഞാൻ രാജിവെക്കില്ല, ഞാൻ പുറത്തു പോകില്ല, നോ പ്രോബ്ലം. നിങ്ങളെ നിയമപരമായിട്ട് എന്ത് ചെയ്യും? അയോഗ്യരാക്കപ്പെടും. ഇനി ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യണ്ട? വരണ്ട. ഒന്നെങ്കിൽ സ്വന്തമായിട്ട് രാജിവെച്ച് പുറത്തു പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ ഞാൻ എന്തായിരിക്കും? പുറത്താക്കുന്നതായിരിക്കും. ഇനി ആ നിയമപരമായ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ അല്ലേ? ആ പുള്ളിക്ക് എന്ത് ചെയ്തു? ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിച്ചു വീണ്ടും എന്ത് ചെയ്യാം? ആ സ്ഥാനം ഏറ്റെടുക്കാവുന്നതാണ്. അതായത് ഓക്കെ, നന്നായിട്ട് കേൾക്കണേ, ഇവിടെയും ശിക്ഷിക്കപ്പെട്ടെന്നല്ല പറഞ്ഞത്. ഓക്കെ. ജാമ്യം നേടാനുള്ള കാലാവധി എത്രയാ പറഞ്ഞിരിക്കുന്നത്? 30 ദിവസം. കറക്റ്റ് അല്ലേ? 31 ദിവസം പദവി പോയി. ജാമ്യം കിട്ടിയത് 90ാമത്തെ ദിവസമാണെന്ന് വിചാരിക്കും. 3 മാസമായിട്ട് പുള്ളി ഉള്ളിലാണ്. 90 ദിവസം കഴിഞ്ഞപ്പോ ജാമ്യം കിട്ടി പുറത്തു വന്നു. ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ കേസിന്റെ വിധി ഒന്നുമല്ല. ഓക്കെ അല്ലേ? കേസ് കഴിഞ്ഞിട്ടില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി കുറ്റക്കാരനാണോ അല്ലെങ്കിൽ പുള്ളി എന്താണ് ആക്ച്വലി നിരപരാധിയാണോ എന്ന് കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. കേസ് അതിന്റെ പുറത്ത് നടക്കുന്നുണ്ട്. 90 ദിവസം കഴിഞ്ഞപ്പോ ഇപ്പൊ തൽക്കാലത്തേക്ക് ജയിലിലിരിക്കേണ്ട എന്ത് ചെയ്തോ? പുറത്തിരുന്നോളൂ കൊണ്ട് ജാമ്യം കിട്ടി. 31 ദിവസം സ്ഥാനം പോയില്ലേ? ആ സ്ഥാനം വീണ്ടും എന്ത് ചെയ്യാം? ഏറ്റെടുക്കാം. ഓക്കെ. അപ്പൊ സിറ്റുവേഷൻ എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുക, ഒരു മുഖ്യമന്ത്രിക്കെതിരെയോ ഒരു പ്രധാനമന്ത്രിക്കെതിരെയോ ഒരു സംസ്ഥാനത്തിലെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെയോ മന്ത്രിമാർക്കെതിരെയോ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഈ ആരോപണം വന്നതിന്റെ പേരിൽ FIR വെച്ചിട്ട് അവരെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലെ? റിമാൻഡിൽ ഇട്ടിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ എന്ത് കിട്ടി? ബെയിൽ കിട്ടി. നോ പ്രോബ്ലം. നിങ്ങളുടെ സ്ഥാനം എന്ത് ചെയ്യില്ല? പോകില്ല. നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ ബെയിൽ കിട്ടിയില്ല. 31 ദിവസം നിങ്ങൾ എന്ത് ചെയ്യും? സ്ഥാനം പോകുന്നതായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് 30 ദിവസം കഴിഞ്ഞിട്ടല്ല, 90 ദിവസം കഴിഞ്ഞിട്ടാണ് ബെയിൽ കിട്ടിയത്, അല്ലെങ്കിൽ 80 ദിവസം കഴിഞ്ഞിട്ടാണ് ബെയിൽ കിട്ടിയത്. എന്നാണോ ബെയിൽ കിട്ടുന്നത് അന്ന് വീണ്ടും ആ സ്ഥാനം എന്ത് ചെയ്യാവുന്നതാണ്? ഏറ്റെടുക്കാവുന്നതാണ്. ഇയാള് ഘോരഘോരം പ്രസംഗിച്ചത് കേൾക്കുമ്പോൾ വലിയ സുഖം തോന്നുന്നില്ലല്ലോ. ഓക്കെ അല്ലെ? ഇതന്നെ എല്ലാരും പറയുന്നത്. ഓക്കെ. അത് എന്നാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചു നേരം കഴിഞ്ഞ് നോക്കാം. അങ്ങനെ 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് പാസ്സായിട്ടില്ല. ഓക്കെ. ഇതിനെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംയുക്തം. അപ്പൊ എന്താ പറയാ, പാർലമെന്റ് 2 സഭയുണ്ട്. ഒരു സഭയുടെ പേര് ലോകസഭ, ഒരു സഭയുടെ പേര് രാജ്യസഭ. ഈ 2 കമ്മിറ്റി ഉണ്ട്. ഓക്കെ അല്ലെ? ഈ സംയുക്തമായിട്ടുള്ള പാർലമെന്ററി കമ്മിറ്റിയുടെ കയ്യില് അവിടെ എന്തിരിക്കുകയാണ്? ഈ ബില്ല് എത്തിയിരിക്കുകയാണ്. ഇനി അവർ ഡിസ്കസ് ചെയ്തിട്ട് അവർ തീരുമാനിക്കേണ്ടത് തീരുമാനിച്ച് പിന്നെ വന്ന് ബില്ല് എന്ത് ചെയ്യും? പാസ്സാവണോ വേണ്ടെന്നൊക്കെ നോക്കി അത് പാസ്സാവുന്നതായിരിക്കും. ഓക്കെ അല്ലെ? ഇപ്പൊ നമുക്ക് നോക്കേണ്ടത് 130ാം ഭേദഗതി ബില്ലിനെ കുറിച്ചാണ്. ഇത്രയും കാര്യമൊക്കെ ആണല്ലോ? അതെ. അപ്പൊ ഭരണഘടനയിൽ ഭേദഗതി ഉണ്ടാക്കണം. അപ്പൊ ഭരണഘടനയിൽ ഭേദഗതി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഭരണഘടനയിലെ ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് നമ്മൾ ഭേദഗതി ഉണ്ടാക്കുക? അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ട 3 ആർട്ടിക്കിൾസ് ഉണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 75, ഒന്ന് ആർട്ടിക്കിൾ 164, ഒന്ന് ആർട്ടിക്കിൾ 239A. ഏതൊക്കെ ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞത്? 75. 75ൽ എന്താ പറയുന്നത്? ഓക്കെ അല്ലെ? കേന്ദ്രമന്ത്രിമാരുടെ കൗൺസിലിനെ കുറിച്ചാണ് 75ൽ പറയുന്നത്. അതായത് ഒരു പ്രധാനമന്ത്രി ഉണ്ട്, കൂടാരുണ്ട്, മന്ത്രിമാരുടെ കൗൺസിൽ ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 75. ഈ ആർട്ടിക്കിൾ 75ൽ 130ാം ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നു? മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. സംസ്ഥാന മന്ത്രിമാരുടെ കൗൺസിലിനെ കുറിച്ചാണ് 164ൽ പറയുന്നത്. ഓക്കെ അല്ലെ? ഇത് എന്ത് ചെയ്യുന്നു? ഈ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ 164ൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഡൽഹിക്ക് മാത്രമുള്ള പ്രത്യേക വ്യവസ്ഥകൾ പറയുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് 239A. അതിലെന്ത് ചെയ്യുന്നു? ഈ 130ാം ഭേദഗതി ബിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. സർ ഒറ്റ ലൈനിൽ പറയാമോ? ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായ കാര്യമാണ്. ഭരണഘടനയിൽ 3 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് 75, 164, 239A. 75 കേന്ദ്രമന്ത്രിമാരെ കുറിച്ച് പറയുന്നു. 164 സംസ്ഥാന മന്ത്രിസഭയെ കുറിച്ച് പറയുന്നു. ഓക്കെ അല്ലെ? 239 എന്തിനെ കുറിച്ച് പറയുന്നു? ഡൽഹിയെ കുറിച്ച് പറയുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഇത്രയും സിറ്റുവേഷൻ ഓക്കെ അല്ലേ? എങ്കിൽ ഈ 3 ആർട്ടിക്കിളും നേരത്തെ അവിടെ ഉണ്ട്. ഓക്കെ. ഇത് 3 ഇവിടെ കൂട്ടിച്ചേർക്കാൻ പോവല്ല. ഈ 3 ആർട്ടിക്കിളിലും
ഒരു മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നു. ഏത്? നമ്മുടെ 130 ഭേദഗതി ബിൽ. എന്താണ് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ആർട്ടിക്കിൾ 75 പറയുന്നത്, ഓക്കെ, 75 നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 5 അതിലധികം വർഷമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിനാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തിൽ കുറ്റാരോപിതനായെന്ന് പറഞ്ഞില്ലേ? ആ നേതാവിന്റെ പുറത്ത് ചുമത്തിയിരിക്കുന്ന കുറ്റം മിനിമം എത്ര വർഷത്തേക്കായിരിക്കണം? 5 വർഷത്തേക്ക്. ഓക്കെ അല്ലെ? മിനിമം 5 വർഷത്തേക്കുള്ള ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പരിപാടി ആക്സെപ്റ്റബിൾ ആവുള്ളൂ. മിനിമം 2 വർഷത്തേക്കാണ് ആക്സെപ്റ്റബിൾ ആവോ? ഇല്ല. മിനിമം 4.5 വർഷം? ഇല്ല. മിനിമം 4,364 ദിവസം? ഇല്ല. സർ, അങ്ങനെയൊക്കെ എന്താ പറയാ ശിക്ഷ കൊടുക്കാറുണ്ടാ? അറിയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ 4 വർഷമാണെങ്കിലും കുഴപ്പമില്ല, 3 വർഷമാണെങ്കിലും കുഴപ്പമില്ല, 2 വർഷമാണെങ്കിലും കുഴപ്പമില്ല, താഴെയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ അല്ലെ? ഈ ബില്ലിൽ ഇത് പ്രകാരം അയോഗ്യത ആവണമെങ്കിൽ മിനിമം എത്ര വർഷത്തെ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ടാവണം? 5 വർഷം. ഓക്കെ അല്ലെ? അപ്പൊ എന്റെ ചോദ്യം, ശിക്ഷിക്കപ്പെട്ട? ഇല്ല. 5 വർഷം, മിനിമം 5 വർഷമോ അതിലധികമോ എന്താണ് വർഷം തടവ് കിട്ടാവുന്നതോ ആയ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ പുള്ളിയെ 30 ദിവസം തടങ്കലിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ പ്രധാനമന്ത്രി ഉപദേശിക്കുന്നത് പ്രകാരം രാഷ്ട്രപതിക്ക് ആരെ നീക്കം ചെയ്യാവുന്നതാണ്? കേന്ദ്രമന്ത്രിയോ, ഒക്കെ പ്രധാനമന്ത്രിയോ, അല്ലെങ്കിൽ ആരാ നമ്മുടെ അവരെന്ത് ചെയ്യാവുന്നതാണ്? നീക്കം ചെയ്യാവുന്നതാണ്. ഈ പ്രധാനമന്ത്രി തന്നെ പ്രധാനമന്ത്രിയെ നീക്കം ചെയ്യാൻ പറയില്ലല്ലോ. എങ്കിൽ 31 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഒരു ഉപദേശവും നൽകിയില്ലെങ്കിൽ ഔദ്യോഗിക പദവി എന്ത് ചെയ്യണം? സ്വയമേവ വിരമിക്കണം. നിങ്ങൾക്ക് ലോജിക് മനസ്സിലായില്ലേ? ഏത് പ്രധാനമന്ത്രിയെ എന്നെ തന്നെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിയോട് പറയാൻ പോകുന്നത് ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ രാഷ്ട്രപതിയോട് പറയാം, വല്ല മന്ത്രിമാരുടെ കേസാണെങ്കിൽ രാഷ്ട്രപതിയോട് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രധാനമന്ത്രിയുടെ കേസാണെങ്കിൽ രാഷ്ട്രപതിയോട് പറയാൻ സാധ്യതയില്ല. എങ്കിൽ 31 ദിവസം എന്ത് ചെയ്യുക? ഒരു ഉപദേശം കൊടുക്കുക. ഒരു ഉപദേശവും പറയുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നതായിരിക്കും? ആ പദവിയിൽ നിന്ന് സ്വയമേവ വിരമിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഫൈൻ. എന്നാണോ കസ്റ്റഡിയിൽ നിന്ന് മോചിതനാവുന്നത് അന്നെന്ത് ചെയ്യാം? വീണ്ടും തിരിച്ചു വരാം. ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ 75 ഇപ്പൊ എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, പറയുന്ന നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. ഈ 130 ഭരണഘടനാ ഭേദഗതി ബിൽ എന്ത് ചെയ്യും? എഴുതാൻ പോകുന്നതായിരിക്കും. അത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ 164 ഇതേ സമാനമായ വ്യവസ്ഥ, അതായത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഒക്കെ ഗവർണർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ പരിപാടികളെല്ലാം ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ 164 മാറ്റുണ്ടാക്കി മനസ്സിലായോ? ഗവർണർക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. മുഖ്യമന്ത്രിക്കാർക്കോ സംസ്ഥാന മന്ത്രിക്ക് എന്ത് ചെയ്യും? സമാനമായ വ്യവസ്ഥ ഉണ്ടാവും. ആർട്ടിക്കിൾ 239 ഈ ആർട്ടിക്കിൾ 239 ആർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളതാണ്? ഡൽഹിയിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രം ഉള്ളതാണ്. സർ, അപ്പൊ ഡൽഹിക്ക് വേണ്ടി മാത്രം എന്താ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? കാരണം ഡൽഹിക്ക് വേണ്ടി ഭരണഘടനയിൽ ഒരു സെപ്പറേറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിളിന്റെ പേരാണ് 239 ഓക്കെ അല്ലെ? അടുത്താണ് 1963 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ഗവൺമെന്റ് ആക്ട്. ഓക്കെ, അപ്പൊ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഗവൺമെന്റ് ആക്ട് 1963 ഉണ്ടാക്കിയിട്ടുണ്ട്. 2025 130 ഭരണഘടനാ ഭേദഗതി അതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ അല്ലെ? കേന്ദ്രഭരണ പ്രദേശത്തിലെ മന്ത്രിമാർക്ക് ഇനി എന്റെ ചോദ്യം, നിയമസഭയുള്ള എത്ര കേന്ദ്രഭരണ പ്രദേശം നിങ്ങൾക്ക് അറിയാവുന്നതാണ്? 3 ഓക്കെ, ഒന്നിന്റെ പേര് എന്താണ്? ഡൽഹി. ഡൽഹി എവിടെ വന്നു? 239 ഇനി ഏതൊക്കെ ബാക്കിയുണ്ട്? ഒന്നിന്റെ പേര് പോണ്ടിച്ചേരി, ഒന്നിന്റെ പേര് എന്താ? ജമ്മു ആൻഡ് കാശ്മീർ. ഇങ്ങനെ പറഞ്ഞ് നിയമസഭയുള്ള നമുക്ക് 3 എന്തുണ്ട്? കേന്ദ്രഭരണ പ്രദേശം ഇല്ലേ? ബാക്കി മാഹി ആണെങ്കിലും ദാമൻ ആൻഡ് ദിയു ആണെങ്കിലും ഒക്കെ നമുക്ക് എന്തില്ല? അവിടെ നിയമസഭയില്ല. അപ്പൊ നമുക്ക് എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ ബാധകമാക്കണം? 3. അതിൽ ഡൽഹിക്ക് വേണ്ടി ഏത് ആർട്ടിക്കിൾ ഉണ്ട്? 239 എങ്കിൽ ബാക്കി 2 കേന്ദ്രഭരണ പ്രദേശത്തിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1963 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗവൺമെന്റ് ആക്ട് പ്രകാരം അതിൽ മാറ്റം ഉണ്ടാക്കി അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അവിടെ ഭരിക്കുന്ന മന്ത്രിമാർക്കും ഇതേ ബില്ല് എന്ത് ചെയ്യുന്നു? ബാധകമാക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ ആരാണ് പുറത്താക്കുക? പ്രസിഡന്റ്.
സംസ്ഥാനത്താണെങ്കിൽ ആരാണ് പുറത്താക്കുക? ഗവർണർ. ഡൽഹിയിലാണെങ്കിൽ ആരാണ് പുറത്താക്കുക? ലഫ്റ്റനന്റ് ഗവർണർ. മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശമുണ്ട്? പോണ്ടിച്ചേരിയും പിന്നെ ആരാ? ജമ്മു ആൻഡ് കാശ്മീരിലും. ആരാണ് പുറത്താക്കുക? ഒന്നെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ LG. എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. LG എന്ന് വെച്ചാൽ എന്താ? ലഫ്റ്റനന്റ് ഗവർണർ. അപ്പൊ ലഫ്റ്റനന്റ് ഗവർണർ എവിടെയുള്ളതാ? കേന്ദ്രഭരണ പ്രദേശത്തുള്ളതാണ്. ചിലപ്പോൾ അദ്ദേഹത്തെ എന്ത് വിളിക്കും? അഡ്മിനിസ്ട്രേറ്റർ എന്നും വിളിക്കുന്നതാണ്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. ഇവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പുറത്താക്കാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണല്ലോ. അതെ. അപ്പൊ എന്റെ ചോദ്യം, എത്ര കേന്ദ്രപ്രദേശം ഇങ്ങനെയാണെന്ന് പറഞ്ഞത്? 3 ഓക്കെ. ഒരെണ്ണം എവിടെ കിട്ടി? ഡൽഹിക്ക്. ഓക്കെ. ഒരെണ്ണം എവിടെ വന്നു? ബാക്കി 2 എവിടെ വന്നു? 63 വന്നു. പക്ഷെ അതിലൊരാള് ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ? അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പുനഃസംഘടനാ നിയമം 2019 ഉണ്ടല്ലോ. ഓക്കെ അല്ലെ? അതിലും മാറ്റം വരുത്തണ്ടേ? കാരണം ജമ്മു ആൻഡ് കാശ്മീരിനെ നമ്മള് 2019 ഇന്ത്യയുടെ ഭാഗമാക്കി വെച്ചിരിക്കുന്നത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് നിയമം ഉണ്ടല്ലോ. ആ നിയമത്തിലും ഈ കാര്യം എഴുതി ചേർക്കണം. ഓക്കെ. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ ആരാ ഉള്ളത്? ലഫ്റ്റനന്റ് ഗവർണർ. ഈ ലഫ്റ്റനന്റ് ഗവർണർക്ക് ഈ ബില്ല് നിലവിൽ വരുമ്പോൾ, ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ മുഖ്യമന്ത്രിയെയോ ജമ്മു ആൻഡ് കാശ്മീരിലെ മന്ത്രിമാരെയോ ഈ 5 വർഷം ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിന് അവർ തടങ്കലിൽ പെടുകയാണെങ്കിലും 31 ദിവസമായിട്ടും അവർക്ക് എന്ത് കിട്ടുന്നില്ല? ബെയിൽ കിട്ടുന്നില്ലെങ്കിൽ എന്താവാൻ പറ്റും? പുറത്താക്കാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒന്നാമത്തെ സ്ലൈഡിലേക്ക് ഒന്ന് പോയാലോ? ഓക്കെ. ഒന്നാമത്തെ സ്ലൈഡിൽ എന്താ ഉണ്ടായിരുന്നത്? കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത്ഷാ ലോകസഭയില് 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. നമ്പർ 1. കേന്ദ്ര പ്രദേശങ്ങളുടെ ഭേദഗതി ബിൽ 2025 അവതരിപ്പിച്ചു. ജമ്മു കാശ്മീർ പുനഃസംഘടനയുടെ ഭേദഗതി ബിൽ 2025 അവതരിപ്പിച്ചു. മനസ്സിലായോ? എന്തുകൊണ്ടാ പുള്ളി 3 പറഞ്ഞത്? മനസ്സിലായില്ലേ? ഒന്നാമത്തെ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെ എല്ലാവർക്കും ബാധകമാവുമെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ആരെയൊക്കെ പറയണം? കേന്ദ്രഭരണ പ്രദേശങ്ങൾ പറയണം. എത്ര എണ്ണം? 3 ഏതൊക്കെയാണ്? ഡൽഹി, പിന്നാര പുതുച്ചേരി, പിന്നാര പിന്നെ നമ്മുടെ ആരാണ് അക്ഷരി? ജമ്മു ആൻഡ് കാശ്മീർ. അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഭേദഗതി നിയമത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനം ആരാ? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. കാരണം ജമ്മു ആൻഡ് കാശ്മീർ എപ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനമായത്? 2019. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ. ഓക്കെ അല്ലെ? ചുമ്മാ 130-ാം ഭേദഗതി ബിൽ അങ്ങനെ പഠിക്കരുത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എന്തുണ്ട്? മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഓക്കെ. അപ്പൊ അതെല്ലാം ഡൺ ആണെങ്കിൽ നമുക്ക് ഈ ആർട്ടിക്കിൾസ് എല്ലാം കിട്ടിയെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യാഘാതം എന്ന് നോക്കാം. ഒന്ന്, ഭരണഘടനയുടെ ധാർമ്മികത. അപ്പൊ പ്രധാനപ്പെട്ട വാക്കെന്താ? ധാർമ്മികതയാണ്. അവിടെ എക്സാമ്പിൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ കേസിൽ പിടിച്ചപ്പോ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഒരു CM ആയിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി. പക്ഷെ രാജി എന്ത് പറഞ്ഞ്? പുള്ളിയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിട്ടു. അപ്പൊ ഒരു ചോദ്യം, ഒരു ഗുരുതരമായ ക്രിമിനൽ കുറ്റം നേരിടുന്ന നേതാക്കൾ അധികാരത്തിൽ തുടരുന്നത് നല്ലതാണോ അതോ മോശമാണോ? ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും മോശമാണെന്ന് തന്നെയാണ് പറയുക. എങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തെ ആ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഒരു നല്ല നടപടിയല്ലേ? അതെ. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ്, ഒന്ന്, ഭരണഘടനയുടെ ധാർമ്മികത എന്ത് ചെയ്യും? ഉറപ്പുവരുത്തുന്നതായിരിക്കും. 2, ഓക്കെ, ജനങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യും? സംരക്ഷിക്കുന്നതായിരിക്കും. ആരും നിയമത്തിന് എന്താ പറയാ മുകളിലല്ല. നിയമവാഴ്ചയാണ്, റൂൾ ഓഫ് ലോ ആണ് ഇന്ത്യയിലുള്ളത്. അത് പ്രധാനമന്ത്രിയാണെങ്കിലും അത് മന്ത്രിയാണെങ്കിലും അത് മുഖ്യമന്ത്രിയാണെങ്കിലും ഒക്കെ എല്ലാവരും എന്താണ്? നിയമത്തിന് അതീതരാണ്. നിങ്ങൾക്കെതിരെ അഴിമതി ആരോപണം വന്നിട്ടുണ്ടോ? ഓക്കെ. നിങ്ങൾക്കെതിരെ കുറ്റകൃത്യം വന്നിട്ടുണ്ടോ? 5 വർഷത്തിൽ കൂടുതലുള്ളത്, ഓക്കെ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നതായിരിക്കും. അത് എന്ത് ചെയ്യുക? തീർപ്പാക്കിയിട്ട് വരിക. അപ്പൊ എന്ത് ചെയ്യും? നിർത്തുന്നതായിരിക്കും. സദ്ഭരണം, ജയിലിൽ നിന്നുള്ള ഭരണം. ഓക്കെ. ജയിലിൽ ഇരുന്നിട്ട് ഭരിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ലല്ലോ. ഓക്കെ. അപ്പൊ ജയിലിൽ ഇരുന്ന ഭരണം എന്നുള്ള ഐഡിയ എന്ത് ചെയ്യും? നിർത്തുന്നതായിരിക്കും. ഓക്കെ. നിയമപരമായ വിടവ് നികത്തൽ. വിടവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്യാപ്പ്. എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത്? നമുക്ക് ജനപ്രാതിനിധ്യ നിയമം എന്നൊരു നിയമമുണ്ട്. എന്താണ് ഈ സാർ ഈ ജനപ്രാതിനിധ്യ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് എടുക്കാനുണ്ട്. നമുക്ക് ജനപ്രാതിനിധ്യ നിയമം ഒറ്റ വാക്കിൽ പറയാം. ഓക്കെ അല്ലെ? ഒരു മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എന്താ ഒരു MLA-യോ MP-യോ ഇലക്ഷൻസ് ഒക്കെ എങ്ങനെയൊക്കെ നടക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നെല്ലാം പറയാനുള്ള ഒരു നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം. ഓക്കെ അല്ലെ? ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു മന്ത്രിയെയോ അല്ലെങ്കിൽ MLA-യോ MP-യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയോഗ്യനാക്കാൻ പറ്റും. അയോഗ്യനാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമേ മാത്രമേ പറ്റൂ. അപ്പൊ ചോദ്യം,
ഒരുപാട് മന്ത്രിമാർക്കെതിരെ ആരോപണമില്ലേ, കേസ് നടക്കുന്നില്ലേ? ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയോഗ്യനാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. പക്ഷെ ഈ ബില്ല് എന്താണ്? ആ വിടവ് പരിഹരിച്ചു. ഓക്കെ. അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അയോഗ്യനാക്കാൻ പറ്റും. അത് കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ഇത് പ്രധാനപ്പെട്ട നെഗറ്റീവ്സ് എന്താ, ആശങ്കകൾ എന്താ? രാഷ്ട്രീയ ആയുധവൽക്കരണം. ഓക്കെ. ഒരു ഒരു ഗവൺമെന്റ് ഒരിക്കലും സ്വന്തം ഗവൺമെന്റിലുള്ള ആളുകളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യില്ലല്ലോ. എതിർപക്ഷത്തെ അല്ലേ അറസ്റ്റ് ചെയ്യുക. അങ്ങനെ എതിർപക്ഷത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനെതിരെ പ്രശ്നം വരില്ലേ? ഓക്കെ. ഫെഡറലിസത്തിനെതിരെ പ്രശ്നം വരില്ലേ? സംസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. ഫെഡറലിസത്തിന് ഭീഷണിയല്ലേ? ഓക്കെ അല്ലേ? അതായത് സെൻട്രൽ ഗവൺമെന്റ് എന്ത് കിട്ടി? പരോക്ഷമായ നിയന്ത്രണം കിട്ടി. എന്തെങ്കിലും ഒരു കുറ്റം പറയുന്നു, ഉടനെ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് കേൾക്കുന്നല്ലേ, ED, CBI. കുറെ കാലമായിട്ട് കേരളത്തിലാകെ ED എന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കറക്റ്റ് ആണല്ലോ? ഓക്കെ. അടുത്താണ് നിരപരാധിത്വം അടവത്തിലാക്കുന്നത്. നമ്മുടെ അംബേദ്കർ സാർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാലും ഓക്കെ, ഒരു നിരപരാധി കൂടി എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. എന്ന് വെച്ചാൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നത് വരെ എന്താണ്? നിരപരാധിയാണ്. എങ്കിൽ ഈ നിയമം എന്താ? സ്വാഭാവിക നീതി എന്ന് പറയുന്ന ആശയത്തിന് എന്താണ്? എതിരാണ്. ഞാൻ കുറ്റം ആരോപിച്ചിട്ടേ ഉള്ളൂ, ഓക്കെ അല്ലേ? ആരോപിക്കുമ്പോഴേക്ക് ബെയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അല്ല. ഓക്കെ. എന്നതാണ് ഇവിടെ അതിനെതിരെ പറയാനുള്ള സാധ്യത. ഏജൻസികളുടെ രാഷ്ട്രീയ ദുരുപയോഗ സാധ്യത പറയണ്ടല്ലോ. ഓക്കെ. ED, CBI തുടങ്ങിയ ഏജൻസികളെ ഇതിനു വേണ്ടി ഉദ്ദേശിച്ചിട്ട് ഒരു 5 വർഷത്തെ കുറ്റമല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയുള്ള കുറ്റം ചുമത്തിയിട്ട് അവരെ പിടിച്ച് ഒരു 30 ദിവസം ബെയിലില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നടത്താൻ ഭരിക്കുന്ന സർക്കാരിന് പറ്റില്ലേ? പറ്റും. ഓക്കെ. എങ്കിൽ അത് ശരിയാവോ? ഇല്ല. സാർ, അപ്പോ ഞങ്ങളുടെ ഡൗട്ട്, ഈ ബിൽ പാസ്സാവോ? ഈ ബിൽ സുപ്രീം കോടതി എന്താണ് ചെയ്യുക? ഓക്കെ. ഈ ബിൽ പാസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഇത് പാസ്സാവാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് സുപ്രീം കോടതിയുടെ കറണ്ട് നിലപാട്. ഓക്കെ. മനോജ് നരുല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 2014 കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കേസ് നന്നായിട്ട് ഓർത്തു വെക്കണേ. മനോജ് നരുല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014. ഓക്കെ. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ മന്ത്രിമാരായി നിയമിക്കുന്നത് എന്തില്ല? ഭരണഘടന തടസ്സമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്രിമിനൽ ലോ ഉണ്ട്, ഓക്കെ, ക്രിമിനൽ കേസ് വന്നിട്ടുണ്ട് എങ്കിൽ അവരെ മന്ത്രിമാരായി നിയമിക്കുന്നതിൽ ഭരണഘടനാ പ്രകാരം തടസ്സമില്ല എന്ന് ഓൾറെഡി സുപ്രീം കോടതി മനോജ് നരുല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2014 പറഞ്ഞിട്ടുണ്ട്. 2018 ഓക്കെ അല്ലെ, അയോഗ്യതാ കാരണങ്ങൾ കാരണം നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെന്റിന്റെ പ്രത്യേക അവകാശം എന്ത് ചെയ്തു? ഉയർത്തിപ്പിടിച്ചു. ഓക്കെ അല്ലെ? കുറ്റാരോപിതമായ രാഷ്ട്രീയക്കാരുടെ അംഗത്വം റദ്ദാക്കുന്നതിന് ശക്തമായ പാർട്ടി നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. എന്റെ ചോദ്യം, ഇവിടെ ശക്തമായിട്ടുള്ള പാർട്ടി നിയമങ്ങൾ കൊണ്ടുവരണമെന്നും കുറ്റാരോപിത രാഷ്ട്രീയക്കാരുടെ അംഗത്വം റദ്ദാക്കണമെന്നും സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? റൂൾ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഭരണഘടനയെ മാറ്റാൻ വേണ്ടി സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞിട്ടില്ല. അപ്പൊ ചോദ്യം, 2014 പ്രകാരം ഭരണഘടനാപരമായ തടസ്സമില്ല. 2018 പ്രകാരം എന്താണ് ആക്ച്വലി? ഓക്കെ, അയോഗ്യതാ കാരണങ്ങൾ പറയാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെന്റ് പ്രത്യേക അവകാശം എന്ത് ചെയ്യും? ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രിയെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അയോഗ്യനാക്കാൻ പാർലമെന്റ് അധികാരമുണ്ടോ? ഉണ്ട്. ഓക്കെ. സാർ, അപ്പൊ ആകെ ഡൗട്ട്, മുകളിലുള്ളതാണോ താഴെയുള്ളതാണോ സുപ്രീം കോടതി പറയുക? അത് ഈ ഭേദഗതി ആദ്യം പാസ്സാവട്ടെ. പാസ്സായതിനു ശേഷം അതെന്ത് ചെയ്യും? സുപ്രീം കോടതിക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് അവര് ഹിയറിംഗ് കേൾക്കും, എന്നിട്ട് അവര് വിധി പറയും. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. എന്ന് വെച്ചാൽ ഒരു 2026 എക്സാം വരയ്ക്കും ഈ 130 ഭരണഘടനാ ഭേദഗതി ബില്ല് തന്നെയാണ് എന്ത് ചെയ്യുക? ഇതായിട്ട് വരാൻ പോകുന്നത്. ബില്ല് പാസ്സായി അത് സുപ്രീം കോടതിയിൽ പോയി അതെല്ലാം വരുമ്പോഴേക്കും എന്ത് ചെയ്യും? 2026 കഴിഞ്ഞിട്ടുണ്ടാവും. ബില്ല് പെട്ടെന്ന് പാസ്സായാലും സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യും? കേസ് പോകുന്നതായിരിക്കും. അത് പഠിച്ചു വരുമ്പോഴേക്കും എന്ത് ചെയ്യും? കുറച്ച് സമയമാവും. അപ്പൊ തൽക്കാലത്തേക്ക് 130 ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം പഠിക്കാം. സാർ, പെട്ടെന്ന് വിധി വന്നാലോ? അപ്പൊ നമുക്ക് വേറെ പഠിക്കാം, വേറെ എന്ത് ചെയ്യാം? വിധി വെച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. വേറെ ചെയ്യല്ലേ? അപ്പൊ ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അടുത്താണ് നിയമ കമ്മീഷൻ. ഓക്കെ. നിയമ കമ്മീഷനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നീതി ഉറപ്പാക്കാൻ ഒരു കുറ്റപത്രമോ പരാതികളോ അടിസ്ഥാനമാക്കില്ല.
എന്ന് വെച്ചാൽ കുറ്റപത്രം എന്ന് പറഞ്ഞാൽ എന്താ? FIR. പരാതി എന്ന് വെച്ചാൽ എന്താ? ഒരു കംപ്ലൈന്റ്. ഒരു കംപ്ലൈന്റ് കൊടുത്ത ഉടനെ ഒരാൾ എന്താണ് കുറ്റക്കാരനാണെന്ന് കോടതി ഒരിക്കലും പറയില്ല. ഒരു FIR ഇട്ട ഉടനെ ഒരു കുറ്റക്കാരൻ എന്താണ് എന്താ പറയാ ആണെന്ന് പറയില്ല. ആ കുറ്റപത്രം എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? ഫൈനലൈസ് ചെയ്ത് ചെയ്യണം. എങ്കിൽ മാത്രമേ അയോഗ്യത പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യുള്ളൂ? ശുപാർശ ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിയമ കമ്മീഷനും സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ചുമ്മാ 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ ഏത് എന്താ പറയാ ഡേറ്റിലാണ് വന്നത് എന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 106-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക, PYQs എടുത്ത് നോക്കുക. ഓരോ ആർട്ടിക്കിളും ഓരോ സെക്ഷനും ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇത് നമ്മുടെ എന്ത് ചെയ്യുക? കറണ്ട് അഫെയർ നോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ അല്ലെ സാർ? ഈ PPTs എല്ലാം കയ്യിലുണ്ടാവും. എന്റെ മക്കളെ എക്സാമിന്റെ സമയത്ത് ഈ PPTs എല്ലാം നോക്കാൻ സമയം ഉണ്ടാവില്ല, മറന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ടെലഗ്രാം ഗ്രൂപ്പ്സ് @Kiran PSC സ്റ്റഡി സർക്കിൾ, @Kiran സ്റ്റഡി സർക്കിൾ എന്താണ് ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.